സ്വാഗത പ്രസംഗം അർപ്പിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ EK ഗോപിനാഥൻ. ഞങ്ങൾ ജനറൽ മാനേജറാണ്. നിറഞ്ഞ കയ്യടികളുമായി അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം. ഹോസ്റ്റ് വെൽക്കം അഡ്രസ്. ബഹുമാനപ്പെട്ട തൃശ്ശൂർ MP ശ്രീ CN ജയദേവൻ, ബഹുമാനപ്പെട്ട ഇരിഞ്ഞാലക്കുട MLA ശ്രീ തോമസ് ഉണ്ണിയാടൻ അവർ, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, മാന്യ സുഹൃത്തുക്കളെ, 4 വർഷങ്ങൾക്ക് മുമ്പ് പെരിഞ്ഞനത്ത് ഒരു കേബിൾ നെറ്റ്വർക്ക് എന്ന രീതിയിൽ ഫ്ലൈ ഓൺ കേബിൾ വിഷൻ എന്ന സ്ഥാപനം പ്രവർത്തിക്കുകയും ചിട്ടയായ ഒരു പ്രവർത്തന ശൈലി ആരംഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഏറെ പിന്തുണ പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കാനിടയായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശ്വാസത്തിലും അതിൻ്റെ എല്ലാം നൽകുന്ന ആത്മബലത്തിലുമാണ് ഞങ്ങൾ ഈ ഒരു വലിയ സംരംഭം ഇവിടെ തുടങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നത് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ധനകാര്യ നിയമ വകുപ്പ് മന്ത്രി KM മാണി സാറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് 2 ദിവസം മുന്നേ പോയി കൂടി ഞങ്ങളെ കണ്ട് സംസാരിച്ച് എന്തായാലും വരാം എന്ന് സമ്മതിച്ചിരുന്നതാണ്. പക്ഷേ യാത്ര ചെയ്യാൻ ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതിനാൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ സംരംഭത്തിന് ആവശ്യമായ ഭാവുകളും ആശംസകളും അറിയിക്കണമെന്ന് ബഹുമാനപ്പെട്ട MLA തോമസ് ഉണ്ണിയാടൻ സാറോട് മാണി സാറ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ വിഷൻ്റെ CEO ശ്രീമതി വീണ ജോർജ് ഇന്നലെ ഒരു ഷൂട്ടിനിടയിൽ അവരെ കാലിൻ്റെ പാദം കണ്ടിക്കുകയും അവർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് അവരും വരില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാലും അവരെ മുഴുവൻ സന്ദേശവും അറിയിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അവരുടെ മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ അസുഖവും പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് ഈ ചാനലിൻ്റെ ഡിജിറ്റൽ സൈൻ നെറ്റ്വർക്കിൻ്റെയും ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. ഡിജിറ്റൽ സൈൻ നെറ്റ്വർക്ക് നിങ്ങളിവിടെ ഈ ദൃശ്യത്തിലൂടെ കണ്ടതാണ്. അതെന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർക്ക് അവർക്ക് സിഗ്നൽ, എല്ലാ അർത്ഥത്തിലും ആവശ്യമായ സിഗ്നൽ നൽകുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം ഏകദേശം 300ഓളം ചാനലുകൾ നൽകാൻ കഴിയുന്ന വിധത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിനകത്തുള്ളതും ഇന്ത്യക്കകത്തുള്ളതും ഇന്ത്യക്ക് വെളിയിലുള്ള വിദേശ ചാനലുകൾ ഉൾപ്പെടെ നൽകുന്ന രീതിയിലാണ് ആ സംരംഭം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഡിജിറ്റൽ സൈൻ നെറ്റ്വർക്ക് എന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ MP CN ജയദേവൻ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി എമിഷൻ ന്യൂസ് ചാനലിൻ്റെയും മ്യൂസിക് ചാനലിൻ്റെയും പരിപൂർണമായ മ്യൂസിക് ചാനലിൻ്റെയും മ്യൂസിക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീത സാന്ദ്രമായ ഒരു ചാനലാണ് എമിഷൻ മ്യൂസിക് ചാനൽ. എമിഷൻ ന്യൂസ് പെരിഞ്ഞനത്ത് ആരംഭിച്ചതാണെങ്കിലും കൂടി അതിന്ന് വിപുലീകൃതമായ രീതിയിൽ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും DSN നെറ്റ്വർക്കിലൂടെ കേരളത്തിലെമ്പാടും കിട്ടാൻ കഴിയുന്ന വിധത്തിലാണ് എമിഷൻ ചാനലും എമിഷൻ മ്യൂസിക് ചാനലും ഇന്നത്തെ രീതിയിൽ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട റിസർവ് ബാങ്കിൻ്റെ തെക്കൻ സംസ്ഥാനങ്ങളിലെ 7 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ലോക്കൽ ബോർഡ്സിൻ്റെ ഡയറക്ടർ ശ്രീ ശെൽവരാജ് സാറാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ ചടങ്ങിന് ഏത് സമയത്തും ഞങ്ങൾക്ക് എപ്പോഴും താങ്ങും തണലുമായി നിൽക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ തോമസ് ഉണ്ണിയാടനാണ്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ടെലിഫോണിലെ കൂടെ എന്നോടായാലും ശരി, ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ കിരണോടായാലും ശരി, പല ഉപദേശങ്ങളുൾപ്പെടെ പല സാഹചര്യത്തിലും തന്ന് ഞങ്ങളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിയാണ് ഇരിഞ്ഞാലക്കുട MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീമാൻ ഉണ്ണിയാടൻ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ലയൺസ് ക്ലബിൻ്റെ മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ശ്രീ നന്ദകുമാർ കൊട്ടാര സാർ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ VM രാധാകൃഷ്ണൻ അവർ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്
ഇവിടെ മുഖ്യാതിഥികളായിട്ട് ആശംസാ പ്രസംഗം നടത്തുന്ന എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ 4 മണിക്ക് ഇവിടെ എത്തിച്ചേർന്നാണ്. അവരെ ശ്രീമതി ബേബി ലോഹിതാഷിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിൽ ഒരു പരിപാടിയിലാണ് അദ്ദേഹം 6 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടികയുടെ കയ്പമംഗലത്തിൻ്റെ MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഞങ്ങളുടെ പെരിഞ്ഞനത്തുള്ള മുഴുവൻ പരിപാടികളിലും തോമസ് ഉണ്ണിയാടൻ സാർ ചെയ്യുന്ന അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കൊരു ഉപദേശം കൂടിയാണ് ശ്രീമാൻ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ സാറ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ KPCCയുടെ യോഗം നടക്കുന്നതിനാൽ MP ജാക്സേട്ടൻ ഇവിടെ എത്തിച്ചേരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സമയത്ത് എത്തിച്ചേർന്നില്ല. അദ്ദേഹം എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ CK ചന്ദ്രൻ, അദ്ദേഹം നാട്ടികയിൽ CPM ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എന്തായാലും 5-6 മണിയോടുകൂടി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ BJPയുടെ വൈസ് പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ AR ശ്രീകുമാർ ഇവിടെ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ മിസ്റ്റർ ബിജു ബാലകൃഷ്ണൻ, കേരള അഡ്വർടൈസിംഗ് ഏജൻസിയുടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഞങ്ങളുടെ ടെക്നിക്കൽ പാർട്ട്ണർ കമ്പനിയായിട്ടുള്ള ക്രിപ്റ്റോ ഗാർഡ് AB സ്വീഡനാണ്. അതിൻ്റെ ഇന്ത്യയിലെ ബിസിനസ് ഹെഡ് മിസ്റ്റർ അമിത് പട്നായക് ഇവിടെ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തിച്ചേരുമെന്ന വിശ്വാസത്തിൽ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികതയുടെ പേരിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ PP കിരൺ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ വേദിയിൽ വന്ന് കടന്നിരിക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായിയും വീണമോൾ ബസ് സർവീസിൻ്റെ ഉടമസ്ഥനുമായിട്ടുള്ള ജനാർദ്ദനേട്ടൻ വളരെ നേരത്തെ എത്തിയാണ്. അദ്ദേഹം താഴെ തന്നെ ഇരിക്കുകയാണ്. വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളും ഈ നാട്ടിലെ പ്രമുഖരുമായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് ആവശ്യമായ മറ്റ് പല സഹായങ്ങളും ഉൾപ്പെടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം മാത്രമല്ല, ഇതിൻ്റെ പ്രവർത്തനം, ഈ ഡിജിറ്റൽ സൈൻ നെറ്റ്വർക്ക് എന്ന സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും അഴിഞ്ഞ സഹായ സഹകരണം വേണ്ടത് നിങ്ങൾ എല്ലാവരുടെയുമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നിലയിലുള്ള പ്രവർത്തനം ഈ ഡിജിറ്റൽ സൈൻ നെറ്റ്വർക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും എമിഷൻ ന്യൂസ് ചാനലിൻ്റെയും എമിഷൻ മ്യൂസിക് ചാനലിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.